ഓയ് ചങ്കളെ, അവിടെ എന്തിട്ടാ പരിപാടി? ഫുഡ് കഴിച്ചായിരുന്നോ? അപ്പം ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ വാട്ട് ഐ ഈറ്റിൻ്റെ അങ്ങനെ എന്തോ അല്ലേ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡൊക്കെ എന്തെന്നുള്ള തമ്മിൽ കണ്ടൻ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി വാട്ട് ഐ ഈറ്റിൻ്റെ എന്നാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയും കൂടെ ഫുഡ് കഴിച്ചതിന് ശേഷം വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായമെല്ലാം കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് എന്ത് വ്ളോഗായിട്ട് എന്ത് ചലഞ്ചായിട്ട് വരണമെന്ന് നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഒന്നും നീട്ടി പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ എന്നും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആണെന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന കിണ്ണങ്കാച്ചി വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലോട്ട് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് ഇന്നത്തെ കാഴ്ചകളോട്ട് പോയിട്ട് വരാം. ഗൈസ്, ഇവള് ഇത് ആരെയാണെന്നറിയാം ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അവൾക്ക് തിന്നാനുള്ള ഫുഡ് നോക്ക് അമ്മാമ്മ കൊണ്ടുവരണം കേട്ടാ, വാഴയില. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അങ്ങനെ നമുക്ക് രാവിലത്തുള്ള ഫുഡ് റെഡിയായിട്ടാ, ഇഡലിയും സാമ്പാറും. അപ്പോൾ എന്തായാലും പൊളിച്ചാലാ. അങ്ങനെ മച്ചാമാരെ, രാവിലത്തെ ഫുഡ് റെഡിയായി. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് പോയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് വെറൈറ്റി ഫുഡ് തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടാ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. നല്ല ഇരുട്ടല്ലേ, അപ്പോൾ എന്തായാലും ലൈറ്റ് വിടാം, നല്ല ചൂട്, ഫാനും ഇടാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പം എങ്ങനെ കഴിച്ചാലാ? അവിടെ എന്തിട്ടാ ഫുഡ്? നമുക്ക് കാര്യം പറഞ്ഞ് കഴിക്കാം. ഞാൻ ഇങ്ങനെ വ്ളോഗൊന്നും എടുത്ത് പരിചയമില്ല കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ തന്നെ വാട്ട് ഐ ഈറ്റിനിടെ അങ്ങനെയൊന്നും എടുത്ത് പരിചയമില്ല. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതല്ലേ, അപ്പോൾ നമ്മളും ട്രൈ ചെയ്യണ്ടേ. അങ്ങനെയാണ്. നിങ്ങളവിടെ എന്തിട്ടാ ഫുഡ് കഴിക്കുന്നത്? ഞാൻ സ്ലാങ്ങൊക്കെ മാറിപ്പോണം അല്ലേ, വേറെ ഇങ്ങോട്ടൊക്കെ പോകണം. ഞാൻ കസൽ തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഉള്ള ഒരു വ്ളോഗറാണ് ഞാൻ. എന്ന് വെച്ചാൽ വലുതൊന്നും അല്ല, ചെറിയൊരു വ്ളോഗ്. ചാനലിൽ ഇതുപോലെ സബ്സ്ക്രൈബർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗറാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡായ ഇഡലി സാമ്പാർ അങ്ങനെ അത് കഴിക്കണം കേട്ടോ. നമുക്ക് ഉച്ചത്തേക്ക് വേണമെങ്കിൽ വെറൈറ്റി ഫുഡ് ആക്കിയാലോ? ഉച്ചത്തേക്ക് വേറെ ഒന്നുമില്ല, എന്തെങ്കിലും വെറൈറ്റി പിടിക്കാം, നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് റെഡിയാക്കി കേട്ടാ. നമുക്ക് ഉച്ചക്കത്തുള്ള ഫുഡിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പോയാലോ? ഈ കാണിക്കുന്ന സ്കില്ലൊന്നും വേറെ ആരെയും കാണൂല കേട്ടാ. കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിക്കാത്ത പൊത്ത് കയറി പോണ സ്കില്ലുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിച്ചത്. അപ്പം നമുക്ക് അതിനെ പരിപാടി തുടങ്ങിയാലോ? ഉച്ചത്തെ ഫുഡിന് വേണ്ടിയാണ് കേട്ടാ തേങ്ങ തെളിക്കുന്നത്. തേങ്ങ തെളിച്ച് തിരികെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇപ്പൊ കണ്ടത് നമ്മുടെ ചെറിയ സന്തോഷങ്ങളാണ്. കുഴപ്പമില്ല. എവിടെയോ എന്തോ ഒരു തകരാറ്. ഗൈസ്, ഇനിയാണ് നമ്മുടെ പരിപാടി കേട്ടാ. പരിപാടി എന്ന് കേട്ട് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ. അപ്പോൾ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വെള്ളക്കോഴി ആണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല, തൊലിയെല്ലാം ഒഴിച്ചിട്ട് നല്ലൊരു സെറ്റ് ചെയ്യും കേട്ടോ. ഈ നാടൻ കോഴി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കുറച്ച് ഡാൻസ് കണ്ടിട്ടൊക്കെ വരി. ആദ്യമായിട്ട് വക്കുന്നതിന്റെ കുഴപ്പം. ഗൈസ്, എങ്ങനെ കോഴീനെ വക്കിയെടുത്ത് കേട്ടാ. ഈ സൈഡിൽ കാരണം മുടിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ കോഴിയെ കട്ട് ചെയ്യാൻ പോയാലോ? ഇന്നത്തേക്കുള്ള ഫുഡിന് നമുക്ക് പൊളിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചാണ് കേട്ടാ കോഴിയെല്ലാം ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ പരിപാടി തുടങ്ങിയാലോ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. മഴ വീണ് മഴ. മച്ചാമാരെ അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി കഴുകി എടുത്താൽ. അങ്ങനെ നമുക്ക് കിട്ടിയ ഇത്രയും ചിക്കനാണ് കേട്ടാ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയാണ്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാവേ. നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ. അതുപോലെ തന്നെ ചങ്കുകളെ നമ്മുടെ ജാമ്പക്കൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടാ. അതെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ചങ്കുകളെ അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ച് ഉച്ചത്തേക്കുള്ള ചിക്കന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ തേങ്ങയൊക്കെ തിരികെ എല്ലാം റെഡിയാക്കി കൊടുത്തേട്ടാ. ബാക്കിയെല്ലാം അമ്മ റെഡിയാക്കും. അപ്പൊ നമുക്ക് ഇനി ഒന്ന് റോഡിലൊക്കെ പോകാണ്ട് ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ചിലപ്പോൾ അവിടെ വെച്ചൊക്കെ ഫുഡ് കഴിക്കുമായിരിക്കും, അതെല്ലാം വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ. ഗൈസ് അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി കുളിച്ച് എല്ലാം റെഡിയായി കേട്ടാ. പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. ഓക്കെ, പോയിട്ട് കാണാം. അങ്ങനെ വെച്ചാൽ റോഡിൽ വന്നപ്പോഴോ വണ്ടികളെല്ലാം പോകുന്നുണ്ട്, എന്നാലും മഴയാണ് ഏട്ടാ. എന്നാലും നോക്കിയില്ല, എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, അങ്ങനെ നമ്മൾ പോവാണേ. ഗൈസ് ഇപ്പൊ നോക്കുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ടിരിക്കുകയല്ലേ. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന്. അപ്പൊ എന്തായാലും നെയ്യാറ്റിൻകര പോയി പെട്രോളും കൂടെ അടിച്ചിട്ട് വരാം കേട്ടോ. പെട്രോൾ അടിച്ചിട്ട് വന്നപ്പോൾ ഇപ്പം വീഴും എന്ന് പറഞ്ഞ് ആകാശത്ത് മഴ വരാൻ വേണ്ടി നിൽക്കാനേട്ടാ. ഒന്നും നോക്കില്ല, പെട്ടെന്ന് വീട്ടിൽ പോയി. പക്ഷേ അങ്ങനെ കുറച്ച് നേരത്തെ മഴയൊക്കെ കഴിഞ്ഞ് പെട്രോളും അടിച്ച് നെയ്യാറ്റിൻകരയൊക്കെ പോയിട്ട് ആ വീട്ടിൽ വന്നേട്ടാ. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോയാലോ. അപ്പൊ നമുക്ക് നേരെ ഉച്ചയ്ക്ക് എന്താണെന്ന് നോക്കിയല്ലോ. രാവിലെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ എന്താണെന്ന്. അപ്പൊ നമുക്ക് നേരെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ സ്പെഷ്യലാണ് നമ്മുടെ ചോറ്, അതുപോലെ തന്നെ ചക്ക, പിന്നെ നമ്മുടെ ഇന്ന് രാവിലെയൊക്കെ ചെയ്ത സംഭവമില്ലേ ചിക്കൻ കറി. അപ്പോൾ എല്ലാം കൂടെ ആയപ്പം സെറ്റാണ്. അങ്ങനെ നമ്മൾ ചോറിൻ്റെ കൂടെ കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊന്നും കഞ്ഞിവെള്ളം ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറല്ല നമ്മൾ കുറേട്ടാ. ചോറ്, ചക്ക, പിന്നെ നമ്മുടെ രാവിലെ ചെയ്ത സ്പെഷ്യലായ ചിക്കൻ കറി. അപ്പോൾ എന്തായാലും എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്ക് അപ്പോൾ ഇത് കഴിക്കാം. ഗൈസ് നമ്മളോട് ഫുഡ് കഴിക്കാൻ നമ്മുടെ അനിയ ആദ്യക്കുട്ടനും ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ചോറിൻ്റെ കൂടെ ചക്കയും നമ്മുടെ രാവിലത്തെ സ്പെഷ്യലായ നമ്മുടെ ചിക്കൻ കറിയും കൂടെ കൂട്ടി ഒരു പിടി കുടിച്ചു. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉച്ചത്തെ ഫുഡായതും കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം കൂടെ കുടിച്ചപ്പോൾ ഇന്നത്തേക്കുള്ളതായ ഉച്ചത്തേക്ക് അമ്മച്ചാമാരെ അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡെല്ലാം കഴിച്ചേട്ടാ. സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ എല്ലാ ദിവസം ചിക്കനൊന്നുമില്ല, ഇന്ന് പിന്നെ ചിക്കൻ എടുത്തോണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടാ. അതാകുമ്പോൾ സ്പെഷ്യലായിട്ട് ഇരിക്കുമല്ലോ. അല്ലാത്ത ദിവസം ഇങ്ങനെയൊന്നുമില്ല, നോർമലി വല്ല മീനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളവിടെ എന്താ സ്പെഷ്യൽ? നമ്മളങ്ങനെയൊന്നുമില്ല കേട്ടോ, ഉള്ളത് വെച്ച് ഓണം പോലെയാണ്. അപ്പോൾ ഇന്ന് പിന്നെ ചിക്കൻ എടുത്തത് കൊണ്ട് മാത്രം അങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വൈകിട്ട് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണം? വൈകിട്ട് സ്പെഷ്യൽ വേണം, നോക്കട്ടെ. ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ചിലപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാവേ. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അമ്മയൊക്കെയാണ് ചായ ഇടുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഞാൻ തന്നെ ചായ ഇടാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയൊക്കെ ഇട്ട് കൂടെ എന്തെങ്കിലും ഒരു പലഹാരം കൂടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയി ചായ ഇടാം. ഗൈസ് അങ്ങനെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര പേര് വീട്ടിൽ ചായ ഇടും? നിങ്ങൾ ചായ ഇടുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. നിങ്ങളും ചായ ഇടുമെന്ന്. ചായക്കുള്ള വെള്ളം തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാം. മച്ചാമാരെ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി കേട്ടാ. ഇനി നമുക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാനും കൂടെ കുടിക്കാം. അങ്ങനെ മച്ചാമാരെ വൈകുന്നേരമുള്ള ചായയും കുടിച്ചു. നമ്മുടെ കടയിൽ പോയിട്ട് ഒരു ഉഴുന്നുവട മേടിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ സംഘങ്ങളെ വൈകുന്നേരത്തെ ചായ കുടിയും കഴിഞ്ഞു, ഉഴുന്നോടെയും കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയായി, ഉച്ചയ്ക്കായി, വൈകുന്നേരമായി. ഇനി നമുക്ക് രാത്രി എന്താണെന്ന് അറിയത്തില്ല. രാത്രിയാകുമ്പോൾ നമുക്ക് നോക്കാം. അതും കൂടെ ആകുമ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ കംപ്ലീറ്റ് ആകും കേട്ടോ. അങ്ങനെ മച്ചാമാരെ രാത്രിയുള്ള ഫുഡിനാണ് നമുക്കിവിടെ എടുത്തിരിക്കുന്നത് മരിച്ചിനിയാണ് കേട്ടോ. നല്ല വെന്ത മരിച്ചിനിയും അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കെടുത്ത സ്പെഷ്യൽ എന്തുവാ, നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ ആ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴി ഇട്ട ഒരു കോഴിമുട്ട അതും കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചാലാ. അപ്പൊ നമുക്ക് രാത്രിയുള്ള ഫുഡ് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാത്രിത്തെ ഫുഡായതും നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ രാവിലത്തെ കംപ്ലീറ്റ് ആയി, ഉച്ചത്തെ കംപ്ലീറ്റ് ആയി, വൈകിട്ട് കംപ്ലീറ്റ് ആയി, രാത്രിയുള്ള ഫുഡും നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാമാരെ നമ്മുടെ രാവിലത്തെ, ഉച്ചത്തേക്ക്, വൈകിട്ട്, രാത്രി അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഇരുട്ടായിരിക്കും, കാരണം ഔട്ടർ കൊടുക്കാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കറണ്ട് എല്ലാം പോയി കേട്ടോ. കുറേ നേരം കൊണ്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇരുട്ടാ തോന്നുന്നത് വീഡിയോ എടുക്കുന്നത്. ഫ്ലാഷിന്റെ മാത്രം വിളിച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ 4 നേരത്തെ ഫുഡും കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ വാട്ട ഈറ്റിനിടെ അങ്ങനെ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ അടുത്ത് വെറൈറ്റി എന്ത് കണ്ടന്റ് ആയിട്ട് വരണമെന്ന് നിങ്ങൾ കമൻറ്റ് അറിയിച്ചാൽ മതി. നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ടാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.